നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീട്ടിൽ നിന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എല്ലാവരും നിന്റെ കാൽ കീഴിൽ അടിമയെ പോലെ കിടക്കണം. ഇതല്ല നിന്റെ മനസ്സിൽ. ഞാനും പ്രണവും നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നില്ല. അപ്പോ ഞങ്ങളെ നിനക്ക് ഒതുക്കണം. പ്രണവിനെ ഒതുക്കാനായി നീ ശിവാനിയെ ഇറക്കി. എനിക്കെതിരെ ഇപ്പൊ നിർമ്മലയെ. നിന്റെ പ്ലാൻ കൊള്ളാടി. അമ്മേ, രണ്ട് തലക്കിൽ നിന്നും നീ ആയുധത്തിന് മൂർച്ച കൂട്ടി ഞങ്ങൾക്കെതിരെ പ്രയോഗിക്ക. അധികാരം പിടിച്ചെടുക്കണമെന്ന് നിനക്കിത്ര കൊതി എന്താ നിധി? നീ എന്നോട് തന്നെ ഇങ്ങനെ കാണിച്ചില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. നിർമ്മലന്റെ ഒരുപക്ഷെ ഗൗതമിന്റെ അമ്മയായിരിക്കാം. പക്ഷെ ഈ അമ്മയെ ഞാൻ എന്റെ പെറ്റമ്മയുടെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത്. നിർമ്മലാന്റിയോട് ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല, ഒരു സഹതാപമാണ് അമ്മ. മരണത്തോട് മല്ലടിക്കുന്ന ഒരമ്മയോടുള്ള സ്നേഹം. അമ്മ ഈ പിടിവാശിയൊക്കെ കാണിക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി എത്ര ദിവസം നിർമ്മലാന്റി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതുപോലെ നിർമ്മലാന്റിക്ക് ആപത്ത് സംഭവിച്ചതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഗൗതം സത്യം അറിഞ്ഞു വന്നാൽ അതോടെ ഗൗതം ഈ അമ്മ എത്രമാത്രം വെറുക്കുമെന്നറിയൂ. പോറ്റമ്മയാണെന്ന് അറിഞ്ഞിട്ടും ഇന്നും പെറ്റമ്മയുടെ സ്നേഹമാണ് ഗൗതം അമ്മയ്ക്ക് തരുന്നത്. ആ മനുഷ്യൻ വെറുപ്പോടെ ഈ മുഖത്തേക്ക് നോക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ എല്ലാം ഗൗതം അറിയണമെന്ന് പറയുന്നത്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിർമ്മല മരിച്ചു പോയിട്ടാണെങ്കിൽ ശരി, നീ സത്യം ഗൗതമിനെ അറിയിക്കും എന്നല്ല നീ പറഞ്ഞത്. ഓരോ വിധത്തിൽ നീ ആ ശിവാനി ഇവിടുന്ന് പുറത്തു ചാടിച്ചു. അവള് മോശക്കാരിയായിരിക്കാൻ സമ്മതിച്ചു. എന്നിട്ടിപ്പോ അവളെ വീണ്ടും ഇവിടോട്ട് കൊണ്ടുവന്നെന്ന്